നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ധന്യനായ യേശുക്രിസ്തുവിനുള്ള വന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2-ാം അധ്യായം വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമുണ്ട്. ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അപകീർത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ ഒരുത്തൻ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. വിശ്വാസികളും അങ്ങനെ വിശ്വസിക്കുകയും പിറക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേര് പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബെന്ന വേശ്യയും ദൂതനെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമായി ആകുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിലെ ഏറ്റവും വിഷമമേറിയതും വിവാദം ഏറിയതുമായ ഒരു ഭാഗമാണ് 14 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ. അതിൻ്റെ പ്രധാന കാരണം ചിലർ പറയുന്നത് പൗലോസ്ലീഹായുടെ വേദശാസ്ത്ര ചിന്തയുമായിട്ട് ഈ ഭാഗങ്ങൾ പരസ്പര വൈരുദ്ധ്യം ഉണ്ട് എന്നതിൻ്റെ പേരിലാണ് ഇതൊരു വിവാദ ഭാഗമായിട്ട് കാണുന്നത്. ഈ ഭാഗത്തെ നാം മുഖവുര പഠിച്ചപ്പോൾ ചിന്തിക്കുകയുണ്ടായി, മാർട്ടിൻ ലൂതറിന് അഥവാ നവോത്ഥാനത്തിൻ്റെ പിതാവായിരുന്ന മാർട്ടിൻ ലൂതറിന് ഈ ഭാഗവുമായിട്ട് വളരെ യോജിക്കാൻ പറ്റാത്തായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതായത് മാർട്ടിൻ ലൂതർ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച വിശ്വാസത്താലുള്ള നീതീകരണത്തെയാണ് അദ്ദേഹം മുറുകെ പിടിച്ചത്. റോമൻ കാത്തലിക്ക സഭയിൽ നിന്ന് പുറത്ത് വരുവാനായിരിക്കുന്ന ഏക കാരണം പൗലോസ് അപ്പോസ്തലൻ്റെ വേദശാസ്ത്ര ചിന്തയായിരുന്നു. വിശ്വാസത്താലുള്ള നീതിയാണ്, അഥവാ വിശ്വാസത്താൽ മാത്രം രക്ഷ. അത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ വരുമ്പോൾ യാക്കോബിൻ്റെ വേദശാസ്ത്ര ചിന്തപ്രകാരം വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും കൂടി ആവശ്യമാണ് എന്നുള്ള ചിന്ത യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്. അത് അംഗീകരിക്കുവാനായിട്ട് മാർട്ടിൻ ലൂതറിന് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് മാർട്ടിൻ ലൂതർ ഈ യാക്കോബിൻ്റെ ലേഖനത്തെ വിളിച്ചത് എപ്പിസ്റ്റലോസ്ട്രോ അഥവാ വൈക്കോലിന് സമാനമായ ഒരു പുസ്തകമാണ് എന്നാണ് മാർട്ടിൻ ലൂതർ ഈ യാക്കോബിൻ്റെ ലേഖനത്തെ വിളിച്ചത്. അതായത് വേഗത്തിൽ കത്തിയെരിയുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. ഒരു കഴമ്പുമില്ലാത്ത പ്രയോജനമില്ലാത്ത പുസ്തകമാണ്.
ഇത് തിരുവഴുത്തിൽ നിന്ന് എടുത്ത് കളയേണ്ടിയിരിക്കുന്നു എന്നാണ് മാർട്ടിൻ ലൂതർ പറയുണ്ടായി. മാർട്ടിൻ ലൂതർ വിശ്വസിച്ചിരുന്നത് ഫെയ്ത്ത് അലോൺ ഇൻ ഗോഡ് വാസ് നീഡഡ് ഫോർ സാൽവേഷൻ. ദൈവത്തിലുള്ള വിശ്വാസം മാത്രം മതി രക്ഷയ്ക്ക് കാരണം, അത് രക്ഷിക്കപ്പെടുവാനായിട്ട് എന്ന് അദ്ദേഹം അതിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അത് ശരിയായ ചിന്ത തന്നെയാണ്. എന്നാൽ യാക്കോബ് പഠിപ്പിക്കുന്നത് ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് മീനിങ്ലെസ്. അതായത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് യാക്കോബും പഠിപ്പിക്കുന്നുണ്ട്. ആ യാക്കോബിൻ്റെ പ്രസ്താവനയോട് ലൂതറിന് അംഗീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ലൂതർ വിശ്വാസത്തോടൊപ്പം പ്രവൃത്തി വേണമെന്ന് അദ്ദേഹം എതിർക്കുകയുണ്ടായി. ഈ ഒരു ഏക കാരണത്താലാണ് റോമൻ കാത്തലിക്കർ വിശ്വാസത്തിനൊക്കെ അനുപരി പ്രവൃത്തിയിലാണ് ഊന്നൽ കൊടുത്തത്. അതുകൊണ്ട് അവരോട് നിരക്കാത്തത് കൊണ്ടാണ് വിശ്വാസത്താൽ മാത്രം രക്ഷ എന്ന ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം റോമൻ കാത്തലിസം വിട്ട് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, യാക്കോബ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ, എന്നാൽ അവിടെ കൊണ്ട് ഒതുങ്ങുന്നതല്ല. നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തിയിൽ കൂടി തെളിഞ്ഞു വരണം എന്നാണ് യാക്കോബ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസരല്ല പ്രവൃത്തികളാൽ തന്നെ നീതിക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നുവല്ലോ. പൗലോസ് പറയുന്നത് എന്താണ്? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാവുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് പൗലോസ് പറയുക. അപ്പോൾ ഇവിടെ രണ്ടുപേരും രണ്ട് നിലകളിൽ ഒരു വിഷയത്തെപ്പറ്റി പറയുകയാണ്. എന്നാൽ ഇവിടെ നാം പഠിക്കേണ്ട വിഷയം, യാക്കോബ് അല്പം കൂടി ഒരു പടിയുടെ മുമ്പോട്ട് പോയിട്ട് വിശ്വാസികളെ അവരറിഞ്ഞായിരിക്കേണ്ട വിശ്വാസം എങ്ങനെ പ്രാവർത്തികമാക്കാം, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന് വിശ്വാസികളോട് പറയുന്നതായിരിക്കുന്ന കാര്യമാണ് ഈ വേദഭാഗത്ത് കാണാൻ കഴിയുന്നത്. അതാണ് ഈ വിഷയമാണ് 14 മുതൽ 26 പിള്ളേരിക്കുന്ന ഭാഗങ്ങളിൽ പറയുന്നത്. അത് പലർക്കും അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ അഥവാ നീതീകരണമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. എഫേസ്യർ 2:8-9 വാക്യങ്ങളിലും, ഗലാത്യ ലേഖനം 2:16, റോമാലേഖനം 3:28, റോമാലേഖനം 5:1, ഈ ഭാഗങ്ങളിലെല്ലാം ഒരുപോലെ പൗലോസ് പറയുന്നുണ്ട്, വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ, വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം. നീതീകരണം എന്ന് പറഞ്ഞാൽ ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ യാക്കോബ് പഠിപ്പിക്കുന്നത് രക്ഷ വിശ്വാസത്താലും പ്രവൃത്തിയാലും എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലാണ് അതിനെ കാണുവാൻ കഴിയുന്നത്. യാക്കോബ് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് പറയുന്നത് ശരിയാണ്, ആ വിശ്വാസമില്ലാതെ ആരും രക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ അതുമാത്രം പോരാ, പ്രവൃത്തിയും ആവശ്യമാണ്. അതായത് ആ വിശ്വാസത്തിനനുസരിച്ചുണ്ടായിരിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി വരണം, അത് മറ്റുള്ളവർ കാണണം, അറിയണം എന്നാണ് യാക്കോബ് അർത്ഥമാക്കിയത്. എന്നാൽ ഇവരുടെ നാം ശരിയായി ഈ രണ്ടുപേരുടെയും വേദചിന്ത പഠിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. രണ്ടുപേരും, യാക്കോബും പൗലോസും ഒരു വിഷയം തന്നെയാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു പടിയൂടെ യാക്കോബ് പോയിട്ട് വിശ്വാസികളെ അവരുടെ രക്ഷ ദൈനംദിന ജീവിതത്തിൽ പ്രകടിപ്പിക്കട്ടെ എന്ന് യാക്കോബ് അവരോട് പറയുക. നാം ഒരു വൃക്ഷത്തെ എടുക്കുകയാണെങ്കിൽ പൗലോസ് ആ വൃക്ഷത്തിൻ്റെ റൂട്ടിനെ പറ്റി പറയുമ്പോൾ യാക്കോബ് ആ വൃക്ഷത്തിൻ്റെ ഫ്രൂട്ടിനെ പറ്റി പറയും. അഥവാ പൗലോസ് വൃക്ഷത്തെ തായ്വേരുകളെ പറ്റി പഠിപ്പിക്കുമ്പോൾ യാക്കോബ് അതിൻ്റെ ഫലങ്ങളെപ്പറ്റി പഠിപ്പിക്കും. വൃക്ഷം ഒന്ന് തന്നെയാണ്, രണ്ടുപേരും രണ്ട് തലങ്ങളിൽ അതിനെപ്പറ്റി പഠിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഇനി നാം നീതീകരണത്തെപ്പറ്റി പഠിച്ചു വരുമ്പോൾ, ആഴമായിട്ട് ആ വിഷയത്തെപ്പറ്റി പഠിക്കുമ്പോൾ
6 തലങ്ങൾ നീതീകരണത്തിനുള്ളതായിട്ട് നമുക്ക് പല ഭാഗങ്ങളിൽ കൂടി കാണാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 3:24 നാം പഠിക്കുന്നത് ഇപ്രകാരമാണ്: കൃപയാലുള്ള നീതീകരണം. റോമാലേഖനം 4:25 കാണുന്നത് ക്രിസ്തുവിൻ്റെ ശക്തിയിലുള്ള നീതീകരണം. റോമാലേഖനം 5:1 വായിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം. റോമർ 5:9 വായിക്കുന്നത് രക്തത്താലുള്ള നീതീകരണം. യാക്കോബ് 2:24 വായിക്കുന്നത് പ്രവൃത്തികളാലുള്ള നീതീകരണം. ഇങ്ങനെ 6 തലങ്ങളിൽ ഒരുവൻ എങ്ങനെ നീതീകരണം പ്രാപിക്കുന്നു എന്ന് ഈ ഭാഗങ്ങളിൽ വർണ്ണിച്ചിരിക്കുകയാണ്. ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന 6 നീതീകരണങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഒരു വിഷയം തന്നെയാണ് 6 രീതിയിലാണ് ചിത്രീകരിക്കുകയാണ്. ഈ വേദഭാഗങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. അതായത് ഒരു സത്യത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി പഠിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് കൃപയാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. കൃപ ദൈവം ചൊരിയാതെ ആർക്കും രക്ഷ പ്രാപിക്കാനായിട്ട് സാധ്യമല്ല. അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് കൃപയാണ്. രണ്ടാമത് വിശ്വാസത്താലാണ് ആ നീതീകരണം നാം പ്രാപിക്കുന്നത്. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. ആ വിശ്വാസത്താലൂടെയാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. അത് വില കൊടുക്കാതെ നമുക്ക് കിട്ടുകയില്ല. നാം വില കൊടുത്തില്ല, ക്രിസ്തു അതിന് വില കൊടുത്തു. അവൻ്റെ രക്തമാണ് അതിൻ്റെ വില, വിശ്വാസത്തിൻ്റെ വില എന്ന് പറയുന്നത്. നമ്മുടെ ഇടയ്ക്കായി നിൽക്കുന്ന ഏജന്റ് എന്ന് പറയുന്നത് പിതാവാം ദൈവമാണ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശക്തിയാണ്. അവൻ്റെ അത്യന്തമായ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോഴാണ് അത് നമ്മൾ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്. അവസാനമായിട്ട് പ്രവൃത്തിയാണ് അതിൻ്റെ ഫലം എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഫലം, അതാണ് വിശ്വാസത്തിൻ്റെ അവസ്ഥ തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് 6 തലങ്ങളിൽ നീതീകരണത്തെ പറഞ്ഞാലും ഒരു വിഷയത്തിൻ്റെ 6 വശങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി ഇവിടെ യാക്കോബ് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഇപ്പം നല്ല വാക്യത്തിൽ കടന്നു വരുമ്പോൾ വിശ്വാസമുണ്ട് എന്ന് പറയുന്നു, പക്ഷെ പ്രവൃത്തികൾ ഇല്ല. ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു ചോദ്യമാണ് യാക്കോബ് ഉന്നയിക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറയുന്നു, പക്ഷെ പ്രവൃത്തികൾ എന്നിൽ കാണുന്നില്ല. ആ വിശ്വാസം എന്നെ രക്ഷിക്കുമോ? ആ വിശ്വാസത്താൽ ആണോ രക്ഷ പ്രാപിക്കുന്നത്? ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്നത് ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ എന്നല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. അവൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് തെളിയിക്കുകയല്ല യാക്കോബിൻ്റെ വിഷയം. മറിച്ച് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിശ്വാസികൾ, ഇത് യാക്കോബ് വിശ്വാസികൾക്കാണ് എഴുതുന്നത്. അവർ രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ രക്ഷയുടെ പ്രകടനം, രക്ഷയുടെ പ്രതിഫലനം അവനിൽ ഉണ്ടോ എന്നാണ് യാക്കോബ് ചോദിക്കുന്നത്. എങ്ങനെയാണ് വേറൊരാൾ നമ്മെ വീക്ഷിക്കുമ്പോൾ ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവമകനാണ്, മകളാണ് എന്ന് തെളിഞ്ഞു വരുന്നത്? ആ ചോദ്യമാണ് യാക്കോബ് ഉന്നയിക്കുന്നത്. പ്രവൃത്തികൾ കാണുന്നില്ല എങ്കിൽ ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഇതൊരു നെഗറ്റീവായിട്ടുള്ള ചോദ്യമാണ്. സംശയം കൊണ്ടല്ല, രക്ഷിക്കപ്പെട്ടവനല്ല എന്നല്ല, മറിച്ചൊരു നെഗറ്റീവ് ചോദ്യം അവിടെ ഉന്നയിക്കുകയാണ്. അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ല എന്ന് തെളിയിക്കുവാനല്ല ആ ചോദ്യം യാക്കോബ് ഉന്നയിക്കുന്നത്. ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്നത് വിശ്വാസം മാത്രം പോരാ. വിശ്വാസം മാത്രം മതിയോ? ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതിയോ? അതുകൊണ്ട് തീരുന്നതാണോ ഈ ഭൂമിയിൽ നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്? കേവലം ക്രിസ്തുവിൽ വിശ്വസിച്ചു ദൈവമകനായി മകളായി തീർന്നു എന്നതുകൊണ്ട് തീരുന്നതല്ല ഒരു നമ്മുടെ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്, ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അത് നാം പ്രകടമാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ മറ്റുള്ളവർക്ക് അത് ബോധ്യമാക്കി കൊടുക്കാം, എങ്ങനെ മറ്റുള്ളവരെ അതിൽ സഹായിക്കാം, ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ കാഴ്ചവെക്കാം,
നിങ്ങൾ മാതൃകയുള്ളവരായിരിക്കണമെന്ന് യാക്കോബ് ഇവിടെ ഉദ്ദേശിക്കുകയാണ്. 2015 വെള്ളപ്പൊക്കവും കോവിഡും ഒക്കെ വന്നപ്പോൾ, ആ മഹാമാരിയുടെ സമയത്ത് നമ്മുടെ ജനങ്ങളെല്ലാം കഷ്ടപ്പെട്ടവരാണ്. ഒരുപാട് ജനങ്ങൾ ദുരിതത്തിലായിത്തീർന്നു. അന്ന് നാം എല്ലാവരും നമ്മളെ കഴിയുന്ന നിലയിൽ അനേക ദൈവമക്കൾ ജാതി നോക്കാതെ, മതം നോക്കാതെ, സഭ നോക്കാതെ ഇറങ്ങി സഹായിക്കാൻ വേണ്ടി പുറപ്പെട്ടവരാണ്. അന്ന് നമുക്ക് അതൊന്നും വിഷയമായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ടായിരുന്നു. ക്രൈസ്തവ സഭകളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. വിശ്വാസ സമൂഹം മൊത്തത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അനേകരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു. ദൈവസ്നേഹമില്ലാത്തവർക്ക് അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവസ്നേഹം നമ്മളിലുണ്ട്. ഞാനൊരു ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമയാണ് എന്നുള്ളത് നമ്മുടെ പ്രവൃത്തികൾ കൂടി തെളിയിക്കപ്പെടാനുള്ളതായിരിക്കുന്ന ഏറ്റവും നല്ല ഒരു അവസരമായിരുന്നു ആ കാലഘട്ടം പറയും. ഇനി അതിൻ്റെ 15, 16, 17 വാക്യങ്ങളിൽ നാം കടന്നു വരുമ്പോൾ ഈ വാക്യങ്ങളിൽ യാക്കോബ് വിശ്വാസികളുടെ കടമകൾ എന്ത് എന്ന് പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, അഥവാ ഒരു വിശ്വാസി എന്ന് നിങ്ങളെ പ്രവൃത്തികളിലൂടെ തെളിയിക്കാം, ഭംഗിയായി അത് അവതരിപ്പിക്കുക. ഇവിടെ ഈ ഭാഗത്ത് ഒരു സഹോദരനോ സഹോദരിയോ എന്ന് പറയുക. ഒരു സഹോദരനോ സഹോദരിയോ. യാക്കോബ് വിശ്വാസികൾക്കാണ് എഴുതുന്നത്. സഭയിലുള്ള വിശ്വാസികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളുടെ ഇടയിൽ ഒരു സഹോദരനോ സഹോദരിയോ, അവരുടെ നിങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ, ചിലർ നഗ്നരായിട്ടോ അഹോവൃത്തിക്ക് വകയില്ലാത്തവരായിട്ടോ വന്നു എന്നല്ല, വന്നാൽ, വരുമെന്നുമല്ല, ഇൻ കേസ്, സപ്പോസ്, ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിലോട്ട് വന്നാൽ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ളവർ വന്നാൽ, അവന് ആവശ്യത്തിന് വസ്ത്രമില്ല, ഭക്ഷണമില്ല, നടന്ന സംഭവമല്ല, അങ്ങനെ ഒരാൾ യാദൃശ്യ നിങ്ങളുടെ ഇടയിൽ വന്നാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് യാക്കോബ് ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുക. നന്നായിട്ട് ആ മനുഷ്യൻ തണുക്കുന്നുണ്ട്, ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി, തണുപ്പുമുണ്ട്, വിശപ്പുമുണ്ട്. ഇത് കണ്ടിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ചില വിശ്വാസികൾ അവനെ നോക്കിയിട്ട് പറയുകയാണ്, നീ നന്നായിട്ട് നിനക്ക് വിശപ്പുണ്ട്, തണുക്കുന്നുണ്ട്, നീ പോയി സമാധാനത്തോടെ പോയി തീ കായുക, നല്ലതുപോലെ ഭക്ഷണവും കഴിച്ചോണം. എങ്ങനെയുണ്ട് വിശ്വാസികളുടെ സമീപനം? തണുത്ത് വിറയ്ക്കുക, നീ പോയി തീ കാഞ്ഞോണം, ആവശ്യത്തിന് ഭക്ഷണവും കഴിച്ചോണം. ഇത് പറയാതെ തന്നെ അവൻ അറിഞ്ഞൂടെ? പ്രത്യേകിച്ച് അവനോട് പറയണോ? അവൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളുടെ ഇടയിലോട്ട് അവൻ കടന്നു വന്നത്. അങ്ങനെ പറയാതെ തന്നെ ചെയ്യാൻ അറിയാം. പക്ഷേ ഒരു സഹായത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്തിട്ട് വരുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് യാക്കോബ് ചോദിക്കുകയാണ്. വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത് അദ്ദേഹം പറയുന്നത്, ഗോ, ഐ വിഷ് യു വെൽ, കീപ് വാം ആൻഡ് വെൽ ഫെഡ്. നല്ലപോലെ തീ കാഞ്ഞ് നല്ലപോലെ കഴിച്ചോണം എന്ന് ഇവർ പറയുക. ഇങ്ങനെ സാധാരണ യഹൂദന്മാർ പറയുന്ന ഒരു രീതിയായത്. അവർ പറയും, ഗോ, ഐ വിഷ് യു വെൽ, വെക്കോ, എല്ലാ നന്മയും നേരുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥിക്കൂ എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം നിൽക്കുന്നതല്ല നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്, നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഏതെല്ലാം നിലകളിൽ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം നിലകളിൽ നമ്മൾ സഹായിക്കുക. പല നിലകളിൽ നമുക്കൊരു വ്യക്തിയെ സഹായിക്കാൻ പറ്റും. ഒരുപക്ഷെങ്കിൽ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും സഹായിക്കാൻ പറ്റുകയില്ല. നമ്മുടെ സാമ്പത്തികത്തെക്കാട്ടിലും വിലയേറിയതാണ് ദൈവത്തിനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്കും വിലയുള്ളതാണ്, കൊടുക്കുന്ന പൈസയ്ക്കും വിലയുള്ളതാണ്.
ഭൗതികമായിട്ട് എന്ത് ഫിസിക്കലായിട്ട് സഹായം ചെയ്താലും അതെല്ലാം വിലയുള്ളതാണ്. എല്ലാത്തിനും ഒരുപോലെ വിലയാണുള്ളത്. ഈ മനുഷ്യൻ്റെ അടിയന്തര ആവശ്യം എന്തായിരുന്നു? അവന് ധരിക്കുവാനായിട്ട്, തണുപ്പ് മാറ്റുവാനായിട്ടുള്ള വസ്ത്രം ഉണ്ടാകണം. രണ്ട്, നന്നായിട്ട് അവൻ വിശക്കുന്നുണ്ട്. ഇതാണ് അവൻ്റെ അടിയന്തര ആവശ്യം. പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണമെങ്കിൽ, ഈ മറുപടിയാണ് ഈ സ്നേഹിതന് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് യാതൊരു സ്നേഹത്തിൻ്റെ അംശം പോലും അടങ്ങിയിട്ടില്ല. ആ ദൈവകൃപയുടെ യാതൊരു അംശവും അതിനകത്ത് അടങ്ങിയിട്ടില്ല എന്ന് യാക്കോബ് പറയുകയാണ്. ഇത് പ്രഹസനം മാത്രമാണ്. നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവർത്തനത്തിൽ കൂടി പ്രകടമായി വരുന്നില്ല എങ്കിൽ അത് നിർജീവമാണ്, ഇന്നാക്റ്റീവാണ്. നമ്മളെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? എപ്പോഴും ആക്റ്റീവായിരിക്കുക, ഇന്നാക്റ്റീവ് ആകാൻ പാടില്ല. ഊർജ്ജസ്വലരായിരിക്കുക, കർമ്മ നിരതരായിരിക്കുക. എങ്ങനെയാണ് എനിക്ക് ആ വ്യക്തിയെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത്, അതേപ്പറ്റി നമ്മൾ ചിന്തിക്കുക. ഇംഗ്ലീഷുകാർ പറയാറുണ്ട്, ക്യാൻ ഐ പുട്ട് മൈ ലെഗ് ഇൻ യുവർ ഷൂ? നിൻ്റെ ഷൂവിനകത്ത് എൻ്റെ കാലിടാൻ പറ്റുമോ? നടക്കുന്ന കാര്യമാണത്. അതിൻ്റെ അർത്ഥം, ക്യാൻ ഐ എൻ്റർ ഇൻ യുവർ പ്രോബ്ലം? നിൻ്റെ പ്രശ്നത്തിനകത്ത് ഇടപെടാനായിട്ട് പറ്റുമോ എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഞാൻ നിന്നെ സഹായിക്കേണ്ടത്? നിൻ്റെ റിയൽ പ്രശ്നത്തിനകത്ത് ഇടപെട്ട് എങ്ങനെ നിന്നെ സഹായിക്കാൻ പറ്റും എന്ന ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയാണ് യാക്കോബ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. നടന്ന സംഭവമല്ല, നടന്നാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും യാക്കോബ് ചോദിക്കുക. ജോൺ കാൽവിൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, നാം രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താൽ മാത്രമാണ് എന്നുള്ളത് ശരിയാണ്. അതല്ലാതെ വേറൊരു ഘടകവുമില്ല. വിശ്വാസത്താൽ മാത്രമാണ് നീകരണം, അത് ശരിയാണ്. എന്നാൽ രക്ഷിക്കുന്ന ആയിരിക്കുന്ന വിശ്വാസം തനിച്ചല്ല, അതിന് ചില ഘടകങ്ങൾ കൂടി ഉണ്ട് എന്ന് അദ്ദേഹം പറയുക. ഒരു കുട്ടി കുടുംബത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഒരു കുഞ്ഞിനെ ജനിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. കാത്തിരുന്ന് കിട്ടുന്ന ഒരു കുഞ്ഞിനെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഒരു കുഞ്ഞു കുടുംബത്തിൽ ജനിക്കുന്നത് വളരെ സന്തോഷമാണ്. പക്ഷെ ജന്മം കൊണ്ട് മാത്രം തീരുന്നതല്ല. അതിന് വേണ്ട ആർക്ക് നഴ്സിംഗ് കൊടുക്കേണ്ട ആവശ്യമാണ്, സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമാണ്, എല്ലാ കെയറും കൊടുക്കണം. അത് വളർന്നു വരണം, അത് പഠിക്കണം, വലുതാകണം, ജോലി സമ്പാദിക്കണം, അതിൻ്റെ വിവാഹം നടക്കണം. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരുന്ന കുഞ്ഞ് ജനിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് വളർന്നു വരേണ്ടത് ആവശ്യമാണ്. എല്ലാവിധമായിരിക്കുന്ന പിന്തുണയും പുറകിൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് ഉന്നതങ്ങളിൽ എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് യാക്കോബ് പറയുന്നത്. കേവലം വിശ്വാസം അതിൽ മാത്രം, രക്ഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ രക്ഷയുടെ ഫലങ്ങൾ കൂടി ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെന്ന് പറയുക. 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും നമുക്ക് വേർപിരിക്കുവാൻ കഴിയുന്നാൽ അത് ഇൻസെപ്പറബിളാണ്. അത് ഒരു യൂണിറ്റായിട്ട് തുടർന്നു പോകുന്നതാണ്. ഒന്നിൽ വേർപിരിക്കുവാൻ സാധ്യമല്ല. അത് പരസ്പരം ചേർന്ന് പോകൊണ്ടായിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും. 18-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ രണ്ട് വ്യക്തിയെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരാൾക്ക് വിശ്വാസമുണ്ട്, വേറൊരാൾക്ക് പ്രവൃത്തിയുണ്ട്. ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. യാക്കോബ് ചോദിക്കുകയാണ്, നിന്റെ വിശ്വാസം പ്രവൃത്തികളില്ലാതെ കാണിക്കുക. ഒരാളോട് പറയുകയാണ്, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ ഇല്ലാതെ കാണിക്കുക. എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ ഞാൻ കാണിച്ചു തരാം. രണ്ട് വ്യക്തിത്വം പാലിക്കുന്ന ഡയലോഗാണ്. പ്രിയപ്പെട്ടവരെ, തെളിവില്ലാതെ വിശ്വാസം കാണിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നോട് ഞാൻ പറയാം, തെളിവില്ലാതെ വിശ്വാസം കാണിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ചില തെളിവുകൾ ഉണ്ടായിരിക്കണം. പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. പൗലോസ് പറയുന്നത്, വിശ്വാസിയാണെങ്കിൽ നിന്നിൽ എല്ലാ കാലവും വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ 9 ഫലങ്ങളെപ്പറ്റി പൗലോസ് പറയുന്നുണ്ട്. അവിടെ നാം കാണുന്നത് എന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെ 9 ആത്മാവിൻ്റെ ഫലങ്ങളവിടെ കാണും. ഈ ഓരോ ഫലങ്ങളെ പറ്റിയും മണിക്കൂറുകളോളം നമുക്ക് ചിന്തിക്കുവാനായിട്ട് പറ്റും. ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. സ്നേഹം എടുത്തു കഴിഞ്ഞാൽ വിവിധ തലങ്ങളിലോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. സന്തോഷം അതിൻ്റെ നാനാഭാഗങ്ങളിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നത്, വിശ്വാസിയായി തീർന്നിരിക്കുന്ന ഒരു ദൈവമകൻ, ദൈവമകൾ, ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസപ്രകാരമുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ കൂടി നീ പുറപ്പെടുവിക്കേണ്ട ആവശ്യമാണ്. അങ്ങനെ ഫലങ്ങൾ കാണുന്നില്ല എങ്കിൽ ആ വിശ്വാസ ജീവിതത്തിനോട് എന്ത് പ്രയോജനമാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ നാം ശ്രമിക്കേണ്ട വളരെ ആവശ്യമാണ്. ഇതിനെല്ലാം വിശാലമായ അർത്ഥങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്തൊരാളിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുക? വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകണം, മാറിക്കൊണ്ടേയിരിക്കണം. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ ജീവിത അനുഭവങ്ങൾ അവനുണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ടു അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല, മറിച്ച് ചില പടികൾ കൂടി ചവിട്ടിക്കയറേണ്ടിയിരിക്കണം. ഒരിക്കലൊരു പാസ്റ്റർ ഒരു മനുഷ്യനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആ മനുഷ്യൻ വന്ന് പാസ്റ്ററുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഒരു ദൈവമകനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു. ആ പാസ്റ്റർക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഉടനെ പാസ്റ്റർ ചോദിച്ചു, നീ ഏത് സഭയിലാണ് പോകുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഒരു സഭയിലും പോകുന്നില്ല, കുരിശിലെ കള്ളർ ഒരു സഭയിലും പോയില്ല, അവർ സ്വർഗത്തിൽ പോയില്ലേ? പാസ്റ്റർ എന്നെ ചോദിച്ചു, നീ സ്ഥാനപ്പെട്ടതാണോ? അവൻ പറഞ്ഞു, ഞാൻ സ്ഥാനപ്പെട്ടില്ല, കുരിശിലെ കള്ളർ സ്ഥാനപ്പെട്ടില്ല, അവർ സ്വർഗത്തിൽ പോയല്ലോ. വീണ്ടും പാസ്റ്റർ ചോദിച്ചു, നീ എല്ലാ ആഴ്ചയിലും കർത്തൃമേശ എടുക്കാറുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല, കുരിശിലെ കള്ളൻ കർത്തൃമേശ ഒന്നും എടുത്തില്ലല്ലോ, അവന് സ്വർഗത്തിൽ പോയല്ലോ. നീ സുവിശേഷ വേലയ്ക്ക് വല്ലതും കൊടുക്കാറുണ്ടോ? ഉടനെ അവൻ പറഞ്ഞു, കുരിശിലെ കള്ളൻ സുവിശേഷ വേലയ്ക്ക് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, അവൻ സ്വർഗത്തിൽ പോയി. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, നീയും കുരിശിലെ കള്ളൻ തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അവൻ മരിച്ചുകൊണ്ടിരിക്കുന്ന കള്ളനാണ്, നീ ജീവനോടെ ഇരിക്കുന്ന കള്ളനാണ്. രക്ഷിക്കപ്പെട്ടു, പക്ഷേ രക്ഷയുടെ യാതൊരു ഫലങ്ങളും അവനെ കാണുവാനായിട്ട് പറ്റുന്നു. നമ്മെ എല്ലാവരെയും പൊതുസമൂഹം അറിയപ്പെടുന്നത് പെന്തക്കോസ്തുകാരെന്ന്. പുറകാരെയും പെന്തക്കോസ്തുകാരെയും എല്ലാം പൊതുസമൂഹം വിളിക്കുന്നത് പെന്തക്കോസ്തുകാരെന്നാണ്. അവർ നല്ല ശതമാനം നമ്മളെല്ലാവരും കള്ളന്മാരെന്ന് വിളിക്കുന്നു. എല്ലാവരും കള്ളന്മാരെന്നാണ് പറയുന്നത്. ഒന്നും മോഷ്ടിച്ചിട്ടൊന്നുമല്ല, പിന്നെ അവർ ഉദ്ദേശിക്കുന്ന തലത്തിലായിരിക്കുന്ന പ്രവൃത്തി നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് കള്ളൻ വിളിക്കുക. അത് തന്നെ യോഹന്നാനും വിളിക്കുന്നുണ്ട്. യോഹന്നാൻ നമ്മളെ കള്ളന്മാരെന്ന് വിളിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2:4 വായിക്കുന്നുണ്ട്, അവനെ അറിഞ്ഞിരിക്കുന്നെന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകും. ഞാൻ പറഞ്ഞതല്ല, യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. 1 യോഹന്നാൻ 4:20 വായിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകും. അപ്പം സമൂഹം മാത്രമല്ല, യോഹന്നാനും നമ്മളെ വിളിക്കുന്നുണ്ട്. അന്നത്തെ ഭാഷയിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് പരിഭാഷ ചെയ്തപ്പോൾ അന്നത്തെ ഏറ്റവും നല്ല പദം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നിലവാരമില്ലാത്തൊരു പദമായിരിക്കാം ഉപയോഗിച്ചത്. ഇന്നത്തെ ഭാഷയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇന്നായിരുന്നുവെങ്കിൽ ഉടായിപ്പുകാരെന്ന് പറഞ്ഞിരുമായിരുന്നു, ഒരുപാട് തന്ത്രങ്ങളുള്ള വ്യക്തി എന്ന് പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ,
എന്താണ് നമ്മെ രക്ഷിച്ചത്? ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. അതേ വിശ്വാസം നമ്മളിൽ ചില നന്മകൾ പുറപ്പെടുവിക്കേണ്ടിയിരിക്കുന്നു. ആ വിശ്വാസം അനുസരിച്ച് ചില നന്മകൾ പുറപ്പെടുവിക്കുന്നു. അധികമൊന്നും നന്മ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. മനസ്സ് തുറന്ന് അല്പം ചില കാര്യങ്ങൾ വലിയ വലിയ പദ്ധതികളൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഉള്ളുകൊണ്ട് സന്തോഷത്തോടുകൂടി തുറന്ന മനസ്സോടുകൂടി അത് ചെയ്യുന്നുവെങ്കിൽ അതിനെ ദൈവം അംഗീകരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, വിധവ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടു. ആ ചില്ലി പൈസ ഇട്ടു. ആ ഭണ്ഡാരത്തിലെ പൈസ ഇടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഫണലാണ്. ഇങ്ങനെ വളഞ്ഞെടുക്കുന്ന ഒരു ഫണലാണ്. അതുവഴി ഭണ്ഡാരത്തിൽ വലിയ പാത്രത്തിൽ വീഴും. ഈ സ്ത്രീ ഇതിലോട്ട് ചില്ലിക്കാശ് ഇട്ടപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ടങ് ടങ് ടങ്. ആ ശബ്ദം കേൾക്കാമായിരുന്നു. ആ ശബ്ദം കർത്താവ് കേട്ടു. അത് ഏറ്റവും പാവങ്ങളുടെ കയ്യിരിക്കുന്ന പണമാണ്. ഇത് കേട്ടപ്പോൾ കർത്താവ് കൂടെ നിന്നിട്ട് പറയുകയാണ്, നിങ്ങളെക്കാളും അധികം ആരിട്ടു? ഇവളിട്ടു. കാരണം അത്ര മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ശബ്ദം സമൂഹം കേൾക്കും എന്ന് അറിഞ്ഞിട്ടും, എന്നെ നിത്യവർത്തിക്ക് ഇല്ലാത്തവളെന്ന് സമൂഹം വിലയിരുത്തും എന്നറിഞ്ഞിട്ടും, ദൈവത്തോടുള്ള ആ സ്നേഹനിമിത്തം ഉണ്ടായിരുന്ന മുഴുവനുമായി അവളിട്ടു. ഇപ്പോൾ കർത്താവ് പറയാണ്, അവളിൽ ഉള്ളത് മുഴുവൻ അവൾ ഇട്ടു. അതിനെ കർത്താവ് അംഗീകരിക്കുകയാണ്. അപ്പോൾ പണത്തിൻ്റെ എമൗണ്ട് അല്ല അവിടുത്തെ വിഷയം, ഹൃദയത്തിൻ്റെ ആ ശുദ്ധത, ആ മനസ്സിനെയാണ് ദൈവം അംഗീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കുന്ന എമൗണ്ടോ ഒന്നുമല്ല ദൈവത്തിൻ്റെ വിഷയം. കൊടുക്കൊള്ളായിരിക്കുന്ന ആ സന്മനസ്സ്, നല്ലൊരു ഹൃദയം ഉണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിന് പ്രസാദം ഉണ്ടാകുക എന്ന് കാണുവാൻ കഴിയുകയാണ്. ഇവിടെ യാക്കോബ് പഠിപ്പിക്കുന്നത് 19-20 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും വിശ്വസിക്കുന്നുണ്ട് ദൈവമുണ്ട് എന്ന്, അതേ സമയത്ത് ആരും വിശ്വസിക്കുന്നു? പിശാചും വിശ്വസിക്കുന്നു. എന്താ വ്യത്യാസം? യഹൂദന്മാരുടെ പ്രാർത്ഥന ആണ് ക്ഷേമ എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന് 4-ാം വാക്യം. അത് ലെതറിനകത്ത് എഴുതി കൈയുടെ റിസ്റ്റിൽ ഇങ്ങനെ അത് കെട്ടിക്കൊണ്ടിരിക്കും. ഏത് സമയത്ത് അത് നോക്കിക്കൊണ്ടിരിക്കും. ഇത് റിമൈൻഡറാണ്. അതെന്താണെന്നറിയാമോ? ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഈ പ്രാർത്ഥന അവർ 3 പ്രാവശ്യം ദിവസം തോറും പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാത്രമല്ല, എപ്പോഴും വാച്ച് കെട്ടുന്ന പോലെ റിമൈൻഡറായിട്ട് ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക, നിന്റെ ദൈവം ഏകൻ തന്നെ, നിന്റെ ദൈവം ഏകൻ തന്നെ. ഇത് വിട്ട് ഒരു കാര്യമാണ് ചെയ്യത്തില്ല. എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അവിടെ പ്രാർത്ഥനയെ വിളിക്കുന്ന പേരാണ് ക്ഷേമ എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത വാക്യം, അതിൻ്റെ 6-ന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോഴാണ് പ്രശ്നം. അടുത്ത വാക്യം അനുസരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. എൻ്റെ ദൈവം ഏകൻ തന്നെ എന്ന് വിളിച്ചു പറയുന്നു, ഓർക്കുന്നു, അത് ആഴമായി വിശ്വസിക്കുന്നുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അവിടെയാണ് പരാജയപ്പെട്ടത്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, പക്ഷെങ്കിൽ അടുത്ത വാക്യം അനുസരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ആ വാക്യത്തിന് മുമ്പിൽ സറണ്ടറായി തീരുവാൻ, സമർപ്പിക്കപ്പെടുവാനായിട്ട് അവർ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഒരു ഹൃദയവിശാലത അവർക്ക് കാണുന്നില്ല, നല്ല മനസ്സ് അവർക്ക് കാണുന്നില്ല, പൂർണ്ണ ശക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അഥവാ അവരിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ടായിരിക്കേണ്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല. ദൈവമുണ്ട് എന്ന് കേവലം വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വിശ്വാസം. അത് മാത്രം പോരാ.
യാക്കോബ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇസ്രായേലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, അവർ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, ദൈവം ഏകൻ മാത്രം, ഏകനാണ് വിശ്വസിക്കുന്നു, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് പറയുകയാണ്. പിശാചിനറിയാം ദൈവമുണ്ട് എന്ന്. ഒരിക്കൽ എന്നെ ദൈവം ന്യായം വിധിച്ച് അഗാധ കൂപത്തോട് തള്ളിക്കളയുമെന്ന് പിശാചിനറിയാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പ് സറണ്ടർ ചെയ്യുവാനായിട്ട് പിശാച് തയ്യാറായി. ഒരു ന്യായവിധിയുണ്ട്, എന്നെ ന്യായം വിധിക്കും, എന്നെ തള്ളിക്കളയും, നിത്യ അഗാധത്തോടെ ഞാൻ പോകുമെന്ന് സാത്താൻ അറിയാം, പിശാചിനറിയാം. എന്നിട്ടും സറണ്ടർ ചെയ്യുവാനായിട്ട് അവന് തയ്യാറാവുന്നു. നമുക്ക് വേണ്ടത് പിശാചിൻ്റെ വിശ്വാസമല്ല. പിശാച് വിശ്വസിക്കുന്നു, ആ ഒരു വിശ്വാസമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 അവസ്ഥകളും ദൈവം മുമ്പാകെ സമ്പൂർണമായി സറണ്ടർ ചെയ്യുന്ന ഒരനുഭവം. വീണ് വണങ്ങുന്ന, താഴ്ന്നു കൊടുക്കുന്ന, അവൻ്റെ മുമ്പിൽ വീഴുന്നായിരിക്കുന്ന അനുഭവം. അങ്ങനെ ദൈവം മുമ്പാകെ സറണ്ടർ ചെയ്യുമ്പോൾ, താഴ്ന്നു വീണ് കഴിയുമ്പോൾ ഒരു രൂപാന്തരപ്പെട്ട് വരുന്നൊരനുഭവം, മാറ്റങ്ങൾ ഉണ്ടാകുന്ന അനുഭവമാണ് യാക്കോബ് വിശ്വാസികൾ പറയുന്നത്. ദൈവം മുമ്പാകെ വീണ് കഴിയുമ്പോൾ രൂപാന്തരം ഉണ്ടാവുകയാണ്. ആ രൂപാന്തരം പ്രകടമായി വരട്ടെ എന്ന് താൻ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. 21 മുതൽ 25 വരെയുള്ള ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈ പറഞ്ഞു വരുന്ന വിഷയം, യാക്കോബ് പറഞ്ഞു വരുന്ന വിഷയം തെളിയിക്കുവാനായിട്ട് പഴയ നിയമത്തിൽ 2 വ്യക്തികളെ യാക്കോബ് ഇവിടെ ചൂണ്ടിക്കാണിക്കുക. 2 കഥാപാത്രങ്ങളെ യാക്കോബ് കൊണ്ടുവരികയാണ്. ഒന്ന് യഹൂദനായിരിക്കുന്ന അബ്രഹാമും, രണ്ടാമത് ജാതീയ സ്ത്രീയായിരിക്കുന്ന രാഹാബ്. 2 കഥാപാത്രങ്ങളെ കൊണ്ടുവരികയാണ്. അബ്രഹാമിനെ പറ്റി നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 15:6, റോമാലേഖനം 4 1 മുതൽ 5 വരെ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് വായിക്കുന്നു. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു. എന്നാൽ അതിൻ്റെ അർത്ഥം അത് അവൻ രക്ഷയായി തീർന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ രക്ഷ എങ്ങനെയായിരുന്നു? എങ്ങനെയുള്ള വിശ്വാസമാണ് അബ്രഹാമിൻ്റെ? വിശ്വാസത്താലുള്ള രക്ഷ, വിശ്വാസത്താലുള്ള നീതിയാണ്. നമ്മുടെ വിശ്വാസമോ, നമ്മുടെ രക്ഷയോ? നമ്മുടെ വിശ്വാസവും രക്ഷയും അതേ നിലപാടിൽ തന്നെ. ഇപ്പോൾ മനുഷ്യവർഗത്തിന് എല്ലാ യുഗങ്ങളിലും, പഴയ നിയമ കാലഘട്ടങ്ങളിലും പുതിയ നിയമ കാലഘട്ടങ്ങളിലും രക്ഷയ്ക്ക് വിശ്വാസം മാത്രമാണ് അടിസ്ഥാനം. അബ്രഹാം, പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാം, വിശ്വാസപിതാവായിരിക്കുന്ന അബ്രഹാം നീതിയിരിക്കപ്പെട്ടത്, ഒരു വിശുദ്ധനായി തീർന്നത്, ദൈവഭക്തനായി തീർന്നത് ദൈവത്തിലായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അബ്രഹാം വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു, അത് നീതിയായി കണക്കിട്ടു, അവൻ നീതിമാനായി തീർന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. അവൻ്റെ വിശ്വാസത്തിൻ്റെ ആ അവസ്ഥ തെളിയിക്കപ്പെടുവാനായിട്ട് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൽ പൂർണ്ണമായിട്ട് അബ്രഹാം വിശ്വസിച്ചു. മറ്റ് സുപ്രധാനമായിരിക്കുന്ന ഘട്ടം പറയുന്നത് പരിശോധനയെ നേരിടേണ്ടതായിട്ട് വന്നു. അത് ശക്തമായ പരിശോധനയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 22:12 വാക്യത്തിൽ തൻ്റെ ദൈവത്തിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം പ്രകടിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഇസ്ഹാക്കിനെ യാഗമായി അർപ്പിക്കുവാൻ പൂർണ്ണമായി തയ്യാറായപ്പോഴാണ്. ദൈവത്തിൽ വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു, നീതിമാനായി തീർന്നു. ആ രക്ഷ, ആ വിശ്വാസം തെളിയിക്കപ്പെട്ടത് എവിടെയായിട്ടാണ്? തൻ്റെ പുത്രനായിരിക്കും ഇസ്ഹാക്കിനെ യാഗമായി അർപ്പിക്കുവാൻ തയ്യാറായപ്പോഴാണ്. ഞാനിങ്ങനെ പറയട്ടെ, ദൈവം ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അബ്രഹാം തൻ്റെ മകനെ കൊല്ലുമായിരുന്നു. ആ ക്ലൈമാക്സിൽ സ്വർഗം ഇടപെട്ടു. ദൈവോദ്ദേശ പദ്ധതി ഇങ്ങനെയല്ല. പക്ഷേ അബ്രഹാമിൻ്റെ വിശ്വാസം അവിടെ തെളിയിക്കപ്പെടണമായിരുന്നു. ഞാൻ ഇനിയും നിങ്ങളോട് പറയട്ടെ, അബ്രഹാമിൻ്റെ ദാസനെ കൂടെ കൂട്ടിക്കിട്ട് പോയിരുന്നുവെങ്കിൽ
മോറിയ മലയെ കൊണ്ടുപോരുന്നുവെങ്കിൽ മോറിയയുടെ രംഗം വേറെ ആവുമായിരുന്നു. ഈ ദാസൻ ഇടപെടുമായിരുന്നു. എന്നാൽ ഇവർ 3 പേരും മാത്രം ഉള്ളായിരിക്കുന്ന സംഗമമാണ്. അബ്രഹാമും ഇസ്ഹാക്കും യഹോവയായ ദൈവവും 3 പേരും മാത്രമുള്ള സംഗമമാണ്. വേറൊരാൾക്കതിനകത്ത് പങ്കാളിത്തമില്ല. അബ്രഹാം ദൈവം ഇടപെട്ടില്ലായിരുന്നു തീർച്ചയായിട്ടും തൻ്റെ മകനെ കൊല്ലുമായിരുന്നു. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം. ഒരു അചഞ്ചലവുമില്ലാതെ സ്ട്രോങ് ഫെയ്ത്ത് ആയിരുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസം തെളിയിക്കപ്പെടുന്നതായിരിക്കുന്ന, പ്രതിഫലിപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന സമയമായിരുന്നു മോറിയ മലയിലെ ആ രംഗമെന്ന് പറയുന്നത്. അതാണ് യാക്കോബ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വിശ്വാസി ആണ് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രകടമായി വരണം. തൻ്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുവാനായിട്ട് പൂർണ്ണമായി തയ്യാറായി. അപ്പോഴും ഉള്ളിൽ വിശ്വാസമുണ്ട്. ഈ കത്തി അമരുന്ന ചാരത്തിനകത്തു നിന്ന് വേണമെങ്കിൽ പോലും ഒരു മകനെ ഉയർപ്പിക്കുവാനുള്ള ദൈവത്തിന് കഴിയും എന്നുള്ളതായിരിക്കും വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ ഡിമാൻഡ് അതുപോലെ പൂർത്തീകരിക്കുവാനായിട്ട് അബ്രഹാം തയ്യാറായി. അപ്പോൾ സ്വർഗത്തിൻ്റെ മുമ്പിൽ അബ്രഹാമിൻ്റെ വിശ്വാസം തെളിയിക്കപ്പെടുവാനായത്. ഇതിനെപ്പറ്റിയാണ് യാക്കോബ് പറയുന്നത്. പൗലോസ് എഴുതുന്ന തൻ്റെ പുസ്തകത്തിൽ പ്രയോറിറ്റി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ മുൻഗണനയെപ്പറ്റി പറയുമ്പോൾ യാക്കോബ് പ്രൂഫ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ തെളിവ് എങ്ങനെയായിരിക്കണം പറയുകയാണ്. ഇത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15:6 കടന്നു വരുമ്പോഴാണ് അവിടെ വിശ്വാസത്താലാണ് അബ്രഹാം രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ 22:12 രക്ഷ ജനുവിനാണ് എന്ന് പ്രവൃത്തിയാൽ തെളിയിക്കപ്പെടുക. 6-7 അധ്യായങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അബ്രഹാമിൻ്റെ വിശ്വാസം ജനുവിനാണ്, യഥാർത്ഥമാണ് എന്ന് തെളിയിക്കപ്പെടും. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. പ്രിയപ്പെട്ടവരെ, നാം അറിഞ്ഞ വിശ്വാസം അത് ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസമാണ്, സ്ട്രോങ് ആണ്, വിശ്വാസികളാണ്. പക്ഷെ നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടാതിരിക്കുന്ന സമയങ്ങളിൽ അത് തെളിയിക്കപ്പെടണം. ഇത് പ്രതിഫലിച്ചു വരേണ്ടത് ആവശ്യമാണ്. ഇതൊരു ബാരോമീറ്റർ പോലെയാണ്. അതായത് വായുമർദ്ദം അളക്കുന്ന ബാരോമീറ്റർ പോലെയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് തെളിയിക്കപ്പെടേണ്ട ആവശ്യമാണ്. അപ്പോൾ അബ്രഹാം എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കിയത്? വിശ്വാസത്താലും പ്രവൃത്തിയാലും അത് തെളിയിച്ചു. വർക്ക് ആൻഡ് ഫെയ്ത്ത്, 2 നിലയിലും അത് തെളിയിക്കപ്പെട്ടു. അബ്രഹാം തൻ്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിച്ചു എന്ന് യാക്കോബ് പറയുക. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അബ്രഹാം കേവലം ഒരു വിശ്വാസത്തിൻ്റെ ഉടമയായി മാത്രം ജീവിക്കുകയല്ല, തൻ്റെ വിശ്വാസം സ്ട്രോങ് ആണ് എന്നുള്ളത് തൻ്റെ പ്രവൃത്തിയിൽ കൂടി വെളിപ്പെട്ടു. അതുപോലെ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, വായിച്ചത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടി തെളിയിക്കപ്പെടണം. എങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത്? നിങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിന് ചില ഫലങ്ങളുണ്ട്. ഈ ഫലങ്ങൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അത് പുറപ്പെടുവിക്കണം. ആത്മാവ് ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫലങ്ങൾ ഉണ്ടാവുകയില്ല. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആത്മാവിന് വിധേയപ്പെട്ട് കൊടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ വഴങ്ങിക്കൊടുക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ, മറിച്ച് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ദൈവത്തെ സ്തുതിപ്പി പറയുമ്പോൾ ഇടത്തിൽ ഇതും അതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളെ കൂടി പുറപ്പെടുവിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജെനുവിനിറ്റി തെളിയപ്പെടുവാൻ ഇടയാവുകയുള്ളൂ. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് രാഹാബാണ്. നമുക്കെല്ലാവർക്കും രാഹാബിനെ പറ്റി നന്നായിട്ടറിയാം. ഈ രാഹാബ് എന്ന് പറയുന്നതായിരിക്കുന്ന ഈ സ്ത്രീ, യവന സ്ത്രീ, അവൾ നല്ല സ്വഭാവം കാഴ്ചവെച്ചത് കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. എന്ത് നല്ല സ്വഭാവമാണ് അവൾക്കുണ്ടായിരുന്നത്? അബ്രഹാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രാഹാബിൻ്റെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം, പശ്ചാത്തലം നന്നായിട്ട് നമുക്കറിയാം. ഒരു സമൂഹവും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന സ്വഭാവ രീതി ആയിരുന്നില്ല അവൾക്കുണ്ടായിരുന്നത്. വളരെ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു രാഹാബ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെ വിശ്വാസവീരന്മാരെ പട്ടികയിലോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞു?
അബ്രഹാമും രാഹാവും വിശ്വാസം വീരന്മാരുടെ പട്ടികയിൽ വന്നിട്ടുണ്ട്. ഒരു യോഗ്യതയുമില്ലാത്ത, സമൂഹം വെറുക്കുന്ന, പാവപ്രവർത്തി ജീവിക്കുന്ന രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ കടന്നുകൂടി? രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ്. അബ്രഹാമിനെയും രാഹാവിനെ ഒന്ന് എടുത്തു നോക്കിയേ. അബ്രഹാം ഏത് തലത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു, രാഹാവ് എങ്ങനെയുള്ളവരായിരുന്നു? രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലുള്ളവരായിരുന്നു. ഒരാൾ നല്ല മനുഷ്യനായിട്ട് ജീവിച്ചു, വേറൊരാൾ വളരെ മോശക്കാരിയായിട്ട് ജീവിച്ചവൾ. പക്ഷെ ഇവർ രണ്ടുപേരും വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വന്നിട്ടുണ്ട്. രാഹാവ് എന്ന് പറയുന്നത് ദാവീദിൻ്റെ വലിയ വലിയ അമ്മച്ചിയായിരുന്നു. അവരുടെ തലമുറയിൽ കൂടിയാണ് മശിയ തമ്പുരാൻ കടന്നു വന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വലിയ 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 വല്യമ്മച്ചിയായിരുന്നു രാഹാവ് എന്ന് പറയുന്നത്. അവിടെ പശ്ചാത്തലം നോക്കിയാൽ, ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഈ ജീനിയോളജി വരുവാനായിട്ട് യാതൊരു അർഹതയുമില്ല. ചരിത്രമെല്ലാം നമുക്ക് നന്നായിട്ടറിയാം. എന്താണ് അവൾ ചെയ്തത്? യോശുവ അയച്ചതായ 2 പുരുഷന്മാരെ അവൾ വീടിന് മുകളിൽ അടുക്കി വച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ എന്ത് ചെയ്തു? അവരെ ഒളിപ്പിച്ചു. വീടിന് മുകളിൽ വെച്ചിരുന്ന ചണത്തണ്ടുകളുണ്ട്, അതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരെ ഒളിപ്പിച്ചു. പിന്നീട് അവരെ വേറെ വഴിയായിട്ട് വിട്ടു. അപ്പോൾ ആൾക്കാർ വന്നപ്പോൾ അവളെന്താ പറഞ്ഞത്? അവർ നേരത്തെ ഇവിടുന്ന് പോയി. അപ്പോൾ സ്വഭാവശുദ്ധിയുമില്ല, പറഞ്ഞതും കള്ളം. സ്വഭാവം കൊണ്ട് മോശപ്പെട്ടവളാണ്, പറഞ്ഞതും കള്ളം. എന്നിട്ട് ഇവിടെ എങ്ങനെ വന്നു? വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വരുവാനായിട്ട്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്, ഒരുപാട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാനിവിടെ പോകുന്നില്ല, അതൊക്കെ ഭാവിക്കോളയിലാണ് ഇതിനെപ്പറ്റി കൂടി ആർഗ്യുമെൻ്റൊക്കെ കടന്നു വരുന്നത്. എന്താണ് രാഹാബിൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുകയോ കാണാൻ കഴിയുന്നത്? രാഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ വിശ്വസിച്ചു. എങ്ങനെയോ അവൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതെങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തതും ദൈവം അവരെ നടത്തിയതും ഇവളെങ്ങനെയോ അറിഞ്ഞു, എങ്ങനെയോ കേട്ടു. അപ്പോൾ ഇസ്രായേലത്തെ ദൈവം നടത്തിയ വിധങ്ങളെപ്പറ്റിയുള്ള അറിയിക്കുന്ന സൂചന ഇവൾക്ക് കിട്ടി. ആ ഒരു അനുഭവത്തിലാകാം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ അവൾ വിശ്വസിക്കുവാൻ്റെ ഇടയായത്. യഹോവയാണ് സത്യദൈവം എന്ന തിരിച്ചറിവ് എങ്ങനെയോ അവൾക്ക് ലഭിക്കുവാനായത്. ഈ തിരിച്ചറിവ് ആ ദൈവത്തോട് ചേർന്ന് വസിക്കുവാനായിട്ട് അവൾക്കിടയായിത്തീർന്നു. അങ്ങനെ നല്ലൊരു അറിവ് അവൾക്ക് കിട്ടിയതുകൊണ്ട് അവൾക്ക് ഇസ്രായേൽ ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും ഉണ്ടായി. അവളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധതയെ, അഥവാ ദൈവത്തെ അറിയുവാനും അംഗീകരിപ്പാനും സ്നേഹിപ്പാനും ഉള്ള നല്ല മനസ്സിനെ ദൈവം കണ്ടു, സ്വർഗം അത് അംഗീകരിച്ചു. പശ്ചാത്തലം മോശമാണ് എങ്കിൽ തന്നെയും അവിടെ ഉള്ളിലുണ്ടായ ചില മാറ്റങ്ങളെ സ്വർഗം കണ്ടു, അത് ദൈവം അംഗീകരിക്കുവാനായിട്ട് തയ്യാറായിട്ടു. അവൾ ദൈവത്തോടായിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകടനമാണ് പിന്നീട് കാണുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇവളത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇസ്രായേൽ മക്കളാണെന്നറിയാം, ഒറ്റുകാരാണെന്നറിയാം, രാജ്യം ഒറ്റുനോക്കാൻ വേണ്ടി വന്നവരാണ്, ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടേണ്ടവരാണെന്ന് അറിയാം. പക്ഷെങ്കിൽ യഹോവയായ ദൈവത്തോടായിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് എന്താണ് അവൾ ചെയ്യുന്നത്? ആ ദേശം ഒറ്റുനോക്കാൻ വന്ന 2 പുരുഷന്മാരെ രക്ഷിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദൈവത്തോടായിരിക്കുന്ന സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ഭക്തിയുടെ പ്രകടനമായിരുന്നു. അപ്പോൾ ഇവിടെ യാക്കോബ് ചെയ്തത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലുള്ള അവരുടെ വിശ്വാസം പ്രകടമാക്കുന്ന ചില സമയങ്ങളായിരുന്നു ആ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ ഈ പ്രദർശനത്തെ ദൈവം അംഗീകരിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്രഹാമും രാഹാബും 2 നിലകളിലാണ് അവരുടെ വിശ്വാസം പ്രകടിപ്പിച്ചത്. അബ്രഹാം എങ്ങനെയാണ് ചെയ്തത്? മകനെ കൊല്ലുവാനായിട്ട് പോലും മടിച്ചില്ല.
രാഹാബ് ചെയ്തത് ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് പിടിക്കപ്പെടേണ്ടവരെ ഒളിപ്പിച്ചു. അപ്പോൾ രണ്ടുപേരും ചെയ്തത് എന്താണെന്ന് അറിയാമോ? രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒരാള് കൊല ചെയ്യുവാനായിട്ട് തയ്യാറായി, വേറൊരാള് രാജ്യദ്രോഹ കുറ്റം ചെയ്യുവാനായിട്ട് തയ്യാറായി. അതാണ് രാഹാബ് ചെയ്തത്. ദേശം ഒറ്റുവെക്കാൻ വന്ന സ്പൈസിനെ, ഈ ചാരന്മാരെ അവള് രക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തെ നിയമപ്രകാരം ചാരന്മാരെ എന്ത് ചെയ്യേണ്ടതാണ്? പിടിക്കപ്പെടേണ്ടവരാണ്. പിടിക്കപ്പെടാതെ അവൾ ഒളിപ്പിച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ കൊലപാതകവും തെറ്റാണ്, രാജ്യദ്രോഹ കുറ്റവും തെറ്റാണ്. രണ്ട് പ്രവൃത്തികളാണ്. ഇനി ഇവർ രണ്ടുപേരെ നമുക്കെടുത്ത് പരിശോധിക്കാം. ഇവർ ചെയ്ത പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവർ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഇവരുടെ വിശ്വാസം ഒന്ന് മൈനസ് ചെയ്യുക. ചെയ്ത പ്രവൃത്തി എന്താണ്? കൊലപാതകം ചെയ്യുവാനായിട്ട് തയ്യാറായി, രാജ്യദ്രോഹ കുറ്റവും ചെയ്യുവാനായിട്ട് തയ്യാറായി. ഈ പ്രവൃത്തിയിൽ നിന്ന് അവിടെ വിശ്വാസം ഒന്ന് കുറച്ച്, ഒന്ന് മൈനസ് ചെയ്ത് എന്തുമായിരിക്കും ഫലം? ഏത് സ്വഭാവമായിരിക്കും? മോശ സ്വഭാവം, ഇല്ലേ? വളരെ മോശമായ സ്വഭാവമാണ്. വിശ്വാസം കുറച്ചു കഴിഞ്ഞാൽ പിന്നുള്ളത് വളരെ മോശമായ സ്വഭാവമാണ്. എന്നാൽ ഇവരുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായി ആ പ്രകാരം ചെയ്തത് ദൈവം അത് നീതിക്കായി കണക്കിട്ടു. ദൈവം നോക്കുമ്പോൾ എന്നോടായിരിക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് എപ്രകാരം ഇരിക്കുന്നു, എന്നോട് കാണിക്കുന്ന സ്നേഹം എപ്രകാരം ഇരിക്കുന്നു, എന്നോട് കാണിക്കുന്ന ഭക്തി ഏത് നിലവാരത്തിൽ എത്തിയിരിക്കുന്നു, അതാണ് ദൈവം കണക്കിട്ടത്. അല്ലാതെ ചെയ്ത പ്രവൃത്തിയല്ല. ആ പ്രവൃത്തിയുടെ പുറകിലുള്ളായിരിക്കുന്ന ചെയ്ത വികാരം എന്താണ് ദൈവം നോക്കിയപ്പോൾ എന്നോടുള്ള സ്നേഹത്തിൻ്റെ, എന്നുള്ളായിരിക്കുന്ന ബഹുമാനത്തിൻ്റെ, എൻ്റെ വാക്കുകളെ അംഗീകരിക്കുവാൻ കൂട്ടാക്കിയതുകൊണ്ട് അവിടെ നല്ല പ്രവൃത്തിയെ വിശ്വാസത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരെ നീതിമാന്മാരായി ദൈവം പ്രഖ്യാപിച്ചു. അങ്ങനെ അവരെ ഇരുവരെയും വിശ്വാസവീരന്മാരുടെ പട്ടികയിലോട്ട് അത് കടന്നിരുവടയാച്ചു. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ അവിടെ കാണുന്നത്, ഒന്ന് കൊലപാതകത്തിന് തയ്യാറാവുന്നു, രണ്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്യുവാനായിട്ട് തയ്യാറാവുന്നു. ഒരിക്കലും രക്ഷ ഈ ഭാഗത്തു നിന്ന്, ഈ രണ്ടുപേരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ഈ രണ്ടനുഭവങ്ങൾ, അതായത് അബ്രഹാം ചെയ്തതും രാഹാബ് ചെയ്തതും നമുക്ക് രക്ഷയ്ക്ക് മാനദണ്ഡമായിട്ട് എടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന വിഷയമല്ല. മനസ്സിലായല്ലോ? അബ്രഹാം തയ്യാറായ അതും രാഹാബ് ചെയ്തതും രക്ഷയ്ക്ക് കാരണമായിട്ട് പഠിപ്പിക്കാൻ പറ്റിയ വിഷയങ്ങളല്ല. അത് നമുക്ക് മാതൃകയായി നിൽക്കുന്ന വിഷയമല്ല. എന്നാൽ ദൈവം അവിടെ കണക്കാക്കിയത് അവരുടെ നല്ല ഹൃദയത്തെയാണ്. ആ ഹൃദയത്തെയാണ്, വിശ്വാസത്തെയാണ് ദൈവം ഇവിടെ കണക്കാക്കുന്നത്. ഇനി അവസാനത്തെ വാക്കിലേക്ക് കടന്നു വരുമ്പോൾ, 26-ാം വാക്കിൽ കടന്നു വരുമ്പോൾ, ഈ പാസേജിൻ്റെ, ഈ വായിച്ച വേദഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ വിഷയം വളരെ വ്യക്തമായിട്ട് വരികയാണ്. എന്നിട്ട് യാക്കോബ് പറയാണ്, ഇങ്ങനെ ഈ നിലയിൽ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമായി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ നിലയിൽ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകും. ഇപ്പോൾ ഇവിടെ വിശ്വാസത്തെ യാക്കോബ് ശരീരമായിട്ട് ചിത്രീകരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ശരീരമായിട്ട് ചിത്രീകരിക്കുന്നു. നമ്മുടെ പ്രവൃത്തിയെ ആത്മാവായിട്ട് ചിത്രീകരിക്കുന്നു. ഇവിടെ കിട്ടിയല്ലോ. നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ശരീരമായിട്ടും നമ്മുടെ പ്രവൃത്തിയെ നമ്മളിലുള്ള ആത്മാവായിട്ടും ചിത്രീകരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ആത്മാവില്ലാത്ത ശരീരം എന്നതാകുന്നു ചത്തതാകുന്നു, അതിന് വിലയില്ല, അതിന് യാതൊരു പ്രയോജനമില്ല, ഉപയോഗമില്ല.
അപ്പം നമ്മൾ ശരീരമുണ്ട്, അതിനകത്ത് വസിക്കുന്ന ആത്മാവ് എന്താണ്? ചത്തതാവും. പ്രവൃത്തിയെ ആത്മാവ് ചിത്രിച്ച് പറയുകയാണ്, ആത്മാവില്ലാത്ത ശരീരം ചത്തതാവുന്നു, അത് പ്രയോജനമില്ല. അങ്ങനെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും ചത്തതാവും. ഇപ്പം രണ്ട് കാര്യങ്ങൾ എടുത്ത് യാക്കോബ് പറയുകയാണ്. ആത്മാവില്ലാത്ത ശരീരം ചത്തതാണ്, അത് മരിച്ചു കഴിഞ്ഞു, ഡെഡ് ബോഡി ആയി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി എന്താ പറയുക, വിലയില്ലാതെ എത്തുന്നു. അതേമാതിരി തന്നെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും ചത്തതാണ്. അപ്പോൾ യാക്കോബ് എന്താണ് സഭയോട് പറയുന്നത്? നിങ്ങൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു, ദൈവജനമായി തീർന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു, സ്വർഗീയ ഭാര്യന്മാരായി തീർന്നിരിക്കുന്നു. എന്നാൽ അവിടെ അങ്ങോട്ട് ഒതുക്കാതെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആ നല്ല പ്രവൃത്തികൾ സഭയിൽ വെളിപ്പെട്ട് വരട്ടെ. എന്നാൽ മറ്റുള്ളവർക്ക് ഏതെല്ലാം തലങ്ങളിൽ അനുഗ്രഹമായി തീരുവാൻ പറ്റുമോ ആ നിലകളിലൊക്കെ അനുഗ്രഹമായി തീരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും യാക്കോബ് ഇവിടെ പറയുന്നത് ഭൗതികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതല്ല, അതൊന്നുമല്ല അവിടുത്തെ വിഷയം. പക്ഷേ ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ളത് എൻ്റെ കൂട്ടു സഹോദരങ്ങൾ, എൻ്റെ സമൂഹം, എൻ്റെ സഭ അറിയട്ടെ. അത് ഓരോ ജീവിതത്തിലും പ്രകടമായി വരട്ടെ എന്നാണ് യാക്കോബ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാക്ഷാൽ വിശ്വാസം അഥവാ രക്ഷ എന്ന് പറയുന്നത് അത് നിരന്തരമായിട്ട് ആത്മീയമായ വളർച്ചയ്ക്കും വികസനത്തിനും ചില സംഭാവന നൽകിക്കൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും നല്ല നല്ല സംഭാവനകൾ നൽകുവാൻ തക്കോടെ ആയിത്തീരട്ടെ. എന്തിന്? നമ്മളൊരു സ്നേഹത്തോടുള്ള സമീപനമായിരിക്കാം ഒരു വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകും. നമ്മുടെ ഒരു ചിരി ആയിരിക്കാം മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുന്നത്. നമ്മുടെ ഒരു വിസിറ്റേഷൻ ആയിരിക്കാം, ഭവനങ്ങളെ സന്ദർശിച്ച് ആശുപത്രി സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം അവർക്ക് ആശ്വാസം കിട്ടുന്നത്. അവരുടെ സങ്കടങ്ങളിൽ അവരോട് കൂടെ നിൽക്കുന്നതായിരിക്കാം ആശ്വാസം. രോഗക്കിടക്കയിൽ ചെന്ന് പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ആശ്വാസം കിട്ടുന്നത്. മറ്റൊന്നും അവർ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഒരു സന്ദർഭോചിതമായിട്ടുള്ളൊരു സമീപനമാണ് മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുന്നത്. ഏത് നിലകളിൽ ഞാൻ ഒരു അനുഗ്രഹമായി തീരുവാൻ പറ്റുമെന്ന് ആലോചിക്കുക. എന്താണ് എൻ്റെ കഴിവ്, എന്താണ് എൻ്റെ എബിലിറ്റി, എന്താണ് എൻ്റെ സ്കില്ല്, ആ സ്കില്ല് നാം അത് വെളിപ്പെട്ട് വേണം, അത് പുറപ്പെടുവിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തു ജീവിതം കൊണ്ട് പ്രയോജനമാകുന്നുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യുവാൻ കിട്ടുന്നത്? പൗലോസ് അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ദിനംതോറും ഉണ്ടായി വരട്ടെ എന്ന് പൗലോസ് ആഗ്രഹിക്കുക. നമുക്ക് 1-ാം അധ്യായത്തിൽ പഠിക്കുവാൻ കഴിഞ്ഞ വിഷയം പരിശോധനയും പ്രലോഭനവുമായിരുന്നു. പരിശോധനയുണ്ട്, അതെല്ലാവർക്കും ഉള്ളതാണ്. പതറിപ്പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, താഴ്ന്നു പോകരുത്. അത് നിങ്ങളെ പണിയുവാനായിട്ട്, നിങ്ങളെ വളർത്തുവാനായിട്ടുള്ളതായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതിയാണ് പരിശോധന എന്ന് പറയുന്നത്. അത് നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. നാളെ നിങ്ങളെ ഉന്നതികളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ പരിശോധനകൾ. അപ്പോൾ തന്നെ പരീക്ഷണങ്ങളും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പരീക്ഷണങ്ങളെ ദൈവകൃപയോടുകൂടി നേരിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി നേരിടേണ്ടത് വളരെ ആവശ്യമാണ്. അത് 1-ാം അധ്യായത്തിൽ യാക്കോബ് പഠിപ്പിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ യാക്കോബ് മൊത്തമായി പഠിപ്പിച്ച വിഷയം എന്ന് പറയുന്നത് സഹോദരവർഗത്തെ ആദരിക്കുക, കൂട്ടു സഹോദരങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ, സമൂഹത്തെ സ്നേഹിക്കുക, ആദരിക്കുക. ആരോടും മുഖപക്ഷം കാണിക്കുവാനായിട്ട് മുഖപക്ഷം എന്ന് പറയുന്ന ചിന്താഗതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആരോടും അങ്ങനെ കാണിക്കാത്തവരായി വിശ്വാസത്തിൻ്റെ ആയിരിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഉതകട്ടെ, ഇടയായിത്തീരട്ടെ എന്നാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. അപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പഠിപ്പിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് 13 മുതൽ 26 വരെ യാക്കോബ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആരോടും മുഖപക്ഷം കാണിക്കാൻ പാടില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സൽക്കരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, സമ്പന്നനായിരുന്നാലും ദരിദ്രനായാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ അവരോട് സമീപിക്കണം എന്നാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. ആ നിലയിൽ വരും നാളുകളിൽ ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ 2-ാം അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.